السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ സുന്നത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു വന്ന് അത് പൂർത്തിയാക്കി ഇനി നിസ്കാരത്തിൽ വന്നു ചേരാവുന്ന കറാഹത്തുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വകുരിഹ ഫീഹാ ഇൽതിഫാത്തുൻ ബിവജ്ഹിൻ. വകുരിഹ ഫീഹാ, നിസ്കാരത്തിൽ, ഐ അസ്വലാത്തി, നിസ്കാരത്തിൽ കറാഹത്താക്കപ്പെടും. ഇൽതിഫാത്തുൻ ബിവജ്ഹിൻ, മുഖം കൊണ്ട് അങ്ങുമിങ്ങും തിരിഞ്ഞു നോക്കൽ. എന്താ മുഖം കൊണ്ട് എന്ന് പ്രത്യേകം പറയാൻ കാരണം? നെഞ്ഞോട് കൂടി തിരിഞ്ഞാൽ പിന്നെ കറാഹത്തിങ്കൽ നിൽക്കൂല, നിസ്കാരം തന്നെയാണ് ബാത്തിലാവും. കാരണം നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവനെ സംബന്ധിച്ച് നെഞ്ഞുകൊണ്ടാണല്ലോ ഖിബിലക്ക് മുന്നിടേണ്ടത്. ആ നെഞ്ഞ് ഖിബിലയിൽ നിന്നിട്ട് തെറ്റുന്ന നിലയ്ക്ക് ഇൽത്തിഫാത്ത് ചെയ്താൽ നിസ്കാരം ബാത്തിലാ കഴിയാം. അപ്പൊ നെഞ്ഞ് തെറ്റുന്നൊന്നുമില്ല, വെറും മുഖം മാത്രമാണ് തിരിക്കുന്നതെങ്കിലാണ് കറാഹത്ത്. അത് തന്നെ എങ്ങനെ തിരിക്കൽ കറാഹത്ത്? ബിലാഹാജത്തിൻ, ഒരു പ്രധാനപ്പെട്ട ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ തിരക്കടില്ല. അങ്ങനെ ഇല്ലാതെ തിരിയൽ കറാഹത്താക്കപ്പെടും. പ്രധാനപ്പെട്ട വല്ല ആവശ്യം ഉണ്ടെങ്കിൽ മുഖം കൊണ്ട് തിരിയുന്നത് കൊണ്ട് കറാഹത്ത് വരില്ല എന്നർത്ഥം. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിമധ്യേ ഒരു താഴ്വരയിൽ വിശ്രമിക്കാൻ വേണ്ടി രാത്രി ഇറങ്ങി. അങ്ങനെ സ്വഹാബാക്കിറാമുകളിൽപ്പെട്ട ഒരു മഹാനായ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാത്രി കാലത്ത് അപ്രതീക്ഷിതമായ വല്ല ശത്രുവിന്റെ കടന്നുകയറ്റവും ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളൊന്ന് സ്വസ്ഥമായി വിശ്രമിക്കാൻ വേണ്ടി നിങ്ങൾ രാത്രി പാറാവുകാരനായി ഈ കുന്നിൻ മുകളിൽ ഡ്യൂട്ടി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ ആ സ്വഹാബി റളിയല്ലാഹു അൻഹു നേരം പുലരുവോളം ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും ശത്രുക്കൾ അപ്രതീക്ഷിതമായി കടന്നുകയറി ആക്രമിക്കുന്നതുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ആ കുന്നിൻ മുകളിൽ കഴിച്ചുകൂട്ടി. ഫജ്ർ ബാങ്ക് കൊടുത്തു. അപ്പോഴും അദ്ദേഹം ഇറങ്ങി വന്നില്ല. കാരണം എന്താ? ഫജ്ർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വെളിച്ചം വ്യാപിച്ചിട്ടുണ്ടാവില്ല. ആ ഇരുട്ടിലും ശത്രുക്കൾ കടന്നു വന്നേക്കാം. ഏതായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു. നിസ്കാരം തുടങ്ങി. നിസ്കാരത്തിൽ ഇടയ്ക്കിടെ ഈ കുന്നിന്റെ ഭാഗത്തേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. കാരണം ഈ കവലിന് ഏർപ്പാട് ചെയ്ത സഹാബി റളിയല്ലാഹു തആല അൻഹു വരുന്നുണ്ടോ, അതല്ല അദ്ദേഹത്തിന് വല്ല വിപത്തും സംഭവിച്ചു പോയോ എന്ന ആകാംക്ഷയോടെ സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിരുന്നു മുഖം കൊണ്ട്. അതത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായത് കൊണ്ട് തിരിഞ്ഞു നോക്കുന്നു. ഇങ്ങനെ വല്ല അത്യാവശ്യ ഘട്ടങ്ങളും വന്നാൽ നിസ്കാരത്തിൽ മുഖം തിരിഞ്ഞു നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, നെഞ്ഞു തിരിയാതെ. അങ്ങനെയൊന്നും ആവശ്യമില്ലാതെ വെറുതെ ഒരു കളിതമാശ എന്നുദ്ദേശം ഉണ്ടെങ്കിൽ ബാത്തിലാവും. കളിതമാശ എന്നുദ്ദേശം ഇല്ലാണും ഒരു അത്യാവശ്യപ്പെട്ട കാര്യത്തിനല്ല താനും എങ്കിൽ കറാത്ത. അപ്പൊ അവിടെ 3 കോലുണ്ട്. ഒന്ന് കറാത്താവുന്ന കോലം, മറ്റൊന്ന്
നിസ്കാരം തന്നെ ബാത്തിലാവുന്ന കോലം, മറ്റൊന്ന് ഹലാലാവുന്ന കോലം. കളിതമാശ രീതിയിൽ തിരിഞ്ഞു നോക്കിയാൽ നിസ്കാരം ബാത്തിലാവും. അതേസമയത്ത് അത്യാവശ്യത്തിന് വേണ്ടി നോക്കിയാൽ ഹലാലുമാണ്. അത് രണ്ടും അല്ലാത്ത ഇടക്ക് നോക്കുമ്പോഴാണ് ഈ കറാത്ത് എന്ന് പറയുന്നത്. ഇനിവ കീല ഒരു വജ്ഹ് ഷാഫി മദ്ഹബിൽ തന്നെ ഒരു അഭിപ്രായമുണ്ട്. യഹ്റുമു, ഈ നിസ്കാരത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ അങ്ങുമിങ്ങും തിരിഞ്ഞു നോക്കൽ ഹറാമാവുകയെ തന്നെ ചെയ്യും എന്ന്. അത് മുഅ്തമദല്ല, പക്ഷേ ഹറാമാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അത് വേറെ വിഷയം. അല്ലാതെ നേരത്തെ നമ്മൾ പറഞ്ഞ അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ കളിതമാശ ഉദ്ദേശം ഇല്ലാതെ തിരിഞ്ഞു നോക്കൽ ഹറാമ് തന്നെയാകും എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. നമ്മളെ 10 കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വളരെ ശാസ്ത്രീയമായ മനഃശാസ്ത്രപരമായ പറച്ചിലാ പറഞ്ഞത്. ഖാലൽ മുതവല്ലിയു വൽ ഹലീബിയു യഹ്റുമുൽ ഇൽതിഫാതു ഫിസ്വലാത്തി എന്നാണ്. അതായത് നിസ്കാരത്തിൽ അങ്ങുമിങ്ങും തിരിഞ്ഞു നോക്കൽ ഹറാമാണ് എന്ന് പറയാതെ അസ്ഹാബ് ഷാഫിയ്യത്തിൽപ്പെട്ട 2 മുജ്തഹിദീങ്ങളായ ഇമാം ഹരീമി തങ്ങളെ തൊട്ടും ഇമാം മുത്തവല്ലി തങ്ങളെ തൊട്ടും വന്ന വജ്ഹാണത്. അവരെ പേര് പറഞ്ഞിട്ട് ഈ 2 മഹാന്മാരായ ഹോജാക്കന്മാര് നിസ്കാരത്തിൽ അങ്ങുമിങ്ങും തിരിഞ്ഞു നോക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞു. ഇത് ചെറിയ കുഞ്ഞുനാളിൽ പഠിക്കുന്ന കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഹറാമാണ് എന്നുള്ളൊരു ബോധം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ അത് പിന്നെ പോവില്ല. കാരണം എന്താ, കുട്ടിക്കാലത്ത് പഠിക്കുന്നത് കല്ലിൽ കൊത്തുന്നത് പോലെ മരണം വരെ അവിടെ നിലക്കും. ആ ബോധം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ആൾക്ക് വിവേകമെത്തിയ സമയത്ത് കറാഹത്താണ് എന്ന് പഠിപ്പിച്ചാൽ കാര്യം അറിയും ചെയ്യും. എന്നാലും നിസ്കരിക്കാൻ നിന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ അവനോട് കഴിയൂല. കാരണം പണ്ട് പഠിച്ച ഹറാമ് ഓനെങ്ങനെ തടഞ്ഞു നിർത്തും. എന്നാൽ പാടില്ലാത്ത വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഷാഫി മദ്ഹബിൽ ഹറാമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് 2 വലിയ മഹാന്മാരായ ഇമാം ഹരീമി തങ്ങളും ഇമാം മുത്തവല്ലി തങ്ങളും ഈ 2 മഹാന്മാരായ ഹോജാക്കന്മാര് പറഞ്ഞു എന്നാ പറഞ്ഞത്. അത് ശരിയാണ്. ആ വജഹിനെ പറ്റിയാണ് ഇവിടെ ഖീല എന്ന് പറഞ്ഞത്. മാത്രമല്ല വഖ്തീറ, ഈ വജ്ഹിനെ മുഖ്താറാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ലിൽ ഖബരി സ്വഹീഹി, സഹീഹായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. എന്താണ് ഹദീസ്? ലാ യസാലുല്ലാഹു മുഖ്ബിലൻ അലൽ അബ്ദി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യന്റെ മേലിൽ അവന്റെ റഹ്മത്ത് കൊണ്ട് മുന്നിട്ട് കൊണ്ടിരിക്കും. ഫീ മുസല്ലാഹു, അവൻ നിസ്കരിക്കുന്ന സ്ഥലത്ത്. അള്ളാഹ് എന്നോട് എന്ന് പറയുമ്പോ വഹാബി അർത്ഥം വെക്കും പോലെ അള്ളാഹു ഒരുത്തിരി ഇരിക്കുകയാണ്, കുറച്ചു നേരം കഴിഞ്ഞ് പാതിയാവും അങ്ങോട്ട് ഇറങ്ങിയരും, നേരം വെളുക്കാൻ പോകുമ്പോ അത് കേറിപ്പോവും, എന്നിട്ട് അർശമായി പോയി കുത്തിരിക്കും, വലത്തെ കയ്യിൽ ഭൂമിയും ഇടത്തെ കയ്യിൽ ആകാശം എന്നൊക്കെ പടക്കുന്ന ഒരു കുട്ടിപ്പടച്ചോനായിട്ട് മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല. അത് വഹാബി മതാണ്. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപങ്ങളോ അതുപോലെ തന്നെ ശരീരമോ അവയവങ്ങളോ ഉള്ളവനല്ല, അതിനെ തൊട്ടൊക്കെ വിശുദ്ധനാണ് എന്നാണ്. അപ്പൊ പിന്നെ മുഖ്ബിലാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഐ ബി റഹ്മത്തിഹി വരില്ലാഹു. കണ്ടോ, അള്ളാഹുവിന്റെ കാരുണ്യം റഹ്മത്ത് കൊണ്ടും അവന്റെ പൊരുത്തം കൊണ്ടും അവൻ മുന്നിടും. അപ്പൊ അവന്റെ റാത്ത് കൊണ്ട് മുന്നിടുക എന്നുള്ള അർത്ഥത്തിലല്ല, അവന്റെ സിഫത്താവുന്ന റഹ്മത്തുലില്ലാ എന്നീ സിഫത്ത് കൊണ്ട് അവരിലേക്ക് മുന്നിടും എന്നർത്ഥം. ഏതുവരെ ഹദീസിന്റെ ബാക്കി, അതിന്റെ ഇടക്ക് ഹദീസ് തെറ്റിദ്ധരിക്കേണ്ട എന്നുള്ളവർക്ക് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള് ഇമാമിങ്ങൾ ആ ഹദീസിന് പറഞ്ഞ തഫ്സീർ കൂട്ടിക്കൊടുത്തതാണ്. കാരണം ഇങ്ങനെയുള്ള ചില മുത്തശാബിഹായ കിരിമത്തുകൾ ഹദീസിലോ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഷരീഫിലോ വന്നാൽ അവിടെ ഭാഷാർത്ഥത്തിൽ അർത്ഥം വെച്ച് തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ. ഭാഷാർത്ഥത്തിൽ അർത്ഥം വെച്ചാൽ ചിലപ്പോൾ വിവരം കേട്ട ആളുകൾ അള്ളാഹുവിനെ തെറ്റിദ്ധരിക്കാൻ ഇടവരും. അതുകൊണ്ട് അവിടെ തന്നെ അതിന്റെ തഫ്സീർ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞ തഫ്സീർ പറഞ്ഞു, അള്ളാഹു മുഖ്ബിലാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്ത് കൊണ്ടല്ല, മറിച്ച് അവന്റെ റഹ്മത്ത് എന്ന സിഫത്ത് കൊണ്ടും അവന്റെ റിളാ എന്ന സിഫത്ത് കൊണ്ടും അവൻ ഈ
നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുഅ്മിനായ മനുഷ്യരിലേക്ക് അല്ലാഹു തആല ആ രണ്ട് സിഫത്ത് കൊണ്ട് അവനിലേക്ക് മുന്നിടും എന്നാണ്. ഏതുവരെ മാലം യൽതഫിത്ത്, നിസ്കാരത്തിൽ അങ്ങുമിങ്ങും തിരിഞ്ഞു നോക്കാത്ത കാലത്തോളം അള്ളാഹു അവന്റെ റിള കൊണ്ടും റഹ്മത്ത് കൊണ്ടും ഒരു മുഅ്മിനിലേക്ക് മുന്നിട്ടുകൊണ്ടിരിക്കും. അതേ സമയത്ത് ഫൈദൽ തഫത്ത, നിസ്കാരത്തിൽ ഒരാൾ ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ അങ്ങുമിങ്ങും തിരിഞ്ഞു നോക്കിയാൽ അഅറള അൻഹു, അല്ലാഹു തആലാന്റെ റഹ്മത്ത് റിള എന്ന് പറയുന്ന സിഫത്ത് അവനെ തൊട്ട് തിരിച്ചു കളയും. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ റിള എന്ന് പറയുന്ന മഹത്തായ രണ്ട് ഗുണങ്ങൾ ഒരു അടിയാറിലേക്ക് ഇങ്ങനെ മുന്നിട്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ആ രണ്ട് സിഫത്തും അവനിൽ നിന്ന് തിരിച്ചു കളയാൻ കാരണമാകുന്ന അത്ര വലിയ തെറ്റാണ് അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ നിസ്കാരത്തിൽ അങ്ങും ഇങ്ങും തിരിഞ്ഞു നോക്കൽ എന്നാണല്ലോ ഹദീസ് പറയുന്നത്. സഹിഹായ ഹദീസുമാണ്. അതുകൊണ്ട് ഹറാമ് തന്നെയാകും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ കാര്യം കൂടാതെ തിരിഞ്ഞു നോക്കൽ കറാഹത്ത് എന്നാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഫലാ യുക്റഹു, അപ്പോൾ മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കൽ കറാഹത്താക്കപ്പെടൂല. ലിഹാജത്തിൻ, വല്ല ആവശ്യങ്ങളുമുള്ള സമയത്താണെങ്കിൽ. ഏതുപോലെ കമാലാ യുക്റഹു, കറാഹത്താക്കപ്പെടാത്തത് പോലെ തന്നെ മുജറദുൽ ഐൻ, മുഖം കൊണ്ട് തിരിയാതെ വെറും കണ്ണുകൊണ്ടുള്ള കേവലം നോട്ടം, അത് കറാഹത്തില്ലെങ്കിൽ ഖിലാഫുല്ലവരെയാണ്. നമ്മൾ പറഞ്ഞു നിസ്കരിക്കാൻ നിൽക്കുമ്പോ തക്ബീർ കിട്ടുന്നതിന് തൊട്ട് മുമ്പ് മുതൽ ഇല്ലല്ലാ എന്ന അത്തഹിയ്യാത്തിലെ തൗഹീദിലേക്ക് സൂചിപ്പിക്കുന്ന കലിമത്ത് വരെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താ. കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും, ആ സുന്നത്ത് നഷ്ടപ്പെടും. അവിടെ കറാത്ത് വരൂലെങ്കിലും ഖിലാഫുൽ ഔലയാണ്. അതേസമയത്ത് മുഖം കൊണ്ട് തിരിഞ്ഞാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് കറാഹത്ത് തന്നെയാണ്. പിന്നെ മറ്റൊന്ന് വനളുറുൻ, നോക്കലും കറാത്ത്. ഒന്ന് ഇൽത്തിഫാത്ത് കറാത്ത്, ഇനി രണ്ടാമത്തേത് നോക്കൽ കറാത്ത്. എങ്ങോട്ട്? നഹ്വസമായിൻ, മേൽപോട്ട് നോക്കൽ, ആകാശത്തിന്റെ ഭാഗത്തേക്ക്. ആകാശം കണ്ടോളന്നില്ല, റൂമിന്റെ ഉള്ളിൽ നിസ്കരിക്കുമ്പോ മേപ്പെട്ട് നോക്കിയാലും കണക്കത് തന്നെയാണ്. മിമ്മായുൽഹി, നിസ്കാരത്തിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കുന്ന ഏത് വസ്തു, അതാ മഹബൂബ് പറഞ്ഞതിന്. ആകാശം പോലത്ത് എന്ന് പറയുന്നത് ഈ പോലവീയത്ത് എന്തിനാണ്? പോലവീയത്ത് നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്ന കാര്യങ്ങൾ. അത് എന്തിലേക്ക് നോക്കിയാലും കറാഹത്ത് തന്നെ. ഏതുപോലെ? ഉദാഹരണം കസൗബിൻ, ഒരു വസ്ത്രം പോലെ. എന്തിനുദാഹരണം? ശ്രദ്ധ തിരിച്ചു കളയുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം. ഒരു വസ്ത്രം പോലെ. എങ്ങനത്തെ വസ്ത്രം? ലഹു അയനാമുൻ, അതിന് കലകളുണ്ട്. ചിത്രങ്ങൾ. ഇതിലേക്ക് നോക്കൽ ഖറാഹാണ്. എന്താണ്? ലിത്തുട്ട് നിസ്കരിക്കൽ കറാഹത്താണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത്. എന്നാ നമ്മളെ വലിയ വലിയ മഹാന്മാരായിരിക്കുന്ന ഉസ്താദന്മാര് വരെ കള്ളിത്തുണിയെടുത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ. കഥയെ ചോദ്യമില്ല. മറ്റേ ആളങ്ങനെ ഉടുത്തല്ലോ, ഈ ആളിങ്ങനെ ഉടുക്കുന്നുണ്ടല്ലോ. അതല്ല ഇസ്ലാമിന്റെ തെളിവ്. മറിച്ച് മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കാൻ ഇടവരുന്ന കള്ളിപുള്ളി പോലെയുള്ള വസ്തുക്കളുള്ള വസ്ത്രം ധരിക്കൽ നിസ്കാരത്തിൽ കറാഹത്താണ്, ശ്രദ്ധ തെറ്റിപ്പോകും എന്ന്. അതിന് തെളിവ് ഇവിടെ ഹദീസ് പറഞ്ഞില്ല. അതിന് പറയുന്നുണ്ട്, വേറെ ഹദീസ് അവിടെ പറയുന്നത് ആകാശത്ത് നോക്കണതിനെ പറ്റി. ആട്ടെ, അതിന്റെ ഹദീസ് നമുക്ക് പറയാം. ഇവിടെ എന്താ പറയുന്നത്? ആകാശത്തിലേക്ക് നോക്കണതിനെ പറ്റിയാ പറയുന്നത്. ലി ഖബരിൽ ബുഖാരി, ഇമാം ബുഖാരി റഹ്മഹുല്ലാ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ആകാശത്തിലേക്ക് നോക്കൽ കറാഹത്ത് എന്ന് പറഞ്ഞത്. എന്താണ് ഹദീസ്? മാഖ്വാമിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശത്തിന്റെ ഒരു ശൈലിയാണത്. ഒരാള് തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അയാളെ വിളിക്കും ചെയ്യാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചിരിക്കുന്ന ഒരാൾ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ അതിന്റെ ഒരാൾ മേപ്പെട്ട് ഇങ്ങനെ ഇടക്ക് നോക്കണത് കണ്ടു. ആ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നിസ്കാരത്തിൽ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ഉപദേശത്തിൽപ്പെട്ടതാണ്. മാ ബാലു അഖ്വാമിൻ, എന്താണ് ചില ആളുകളുടെ നിലപാട്? യർഫഊന അബ്സാറഹും,
അവർ കണ്ണുകളെ ഉയർത്തുന്നു ഇല സമ, ആകാശത്തിൽ നിസ്കരിക്കാൻ നിന്നത് മേപ്പോട്ട് നോക്കല്. നമ്മളെ ജിന്നിന്റെ അഭിപ്രായത്തില് ഇത് മൂത്രം കുടിച്ച മോരിന്റെ കേൾക്കുന്ന ജിന്നിന്റെ ഭാഷ അതാ. ഇങ്ങനെ മേപ്പെട്ട് വെക്ക, മൂത്രം കുടിച്ച മോരികള് മേപ്പെട്ട് വെക്കുമ്പോൾ രത്താ ചില ആളുകൾക്ക് നിസ്കാരത്തിനൊരു മേപ്പെട്ട് വെക്കല്, ഫീ സലാത്തി നിസ്കാരത്തിൽ എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം ഫീദാലിക്ക, ഇങ്ങനെ മേൽപോട്ട് നോക്കുന്നതിനെ കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യം വളരെ കഠിനമായി ഹത്താ ഖാല, ഇത്രത്തോളം പറഞ്ഞു. എന്താ പറഞ്ഞത്? ലയന്തഹുന്ന അൻദാലിക, അത്തരം ആളുകൾ ആ മേൽപോട്ട് നോക്കൽ അടിയന്തരമായി നിർത്തിക്കൊള്ളണം. ഔല തുഖ്തഫുന്ന അബ്സാറുഹും, അതല്ലെങ്കിൽ അവരുടെ കണ്ണിന്റെ കാഴ്ച തട്ടിയെടുത്തു പോയിക്കൊള്ളട്ടെ. ഒരു പ്രാർത്ഥന പോലെയാണ് എന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരമാണ്. അപ്പൊ ഇവിടെ നോക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ മേപ്പോട്ട് നോക്കിയാൽ അത് മനസ്സിലാക്കിയിട്ട് അത് പാടില്ലെന്നറിഞ്ഞിട്ടും അങ്ങനെ നോക്കുന്നവര് കണ്ണിന്റെ കാഴ്ച പോകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസിൽ ഇപ്പോ മേപ്പോട്ട് നോക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും ശ്രദ്ധ തിരിക്കുന്നതിനെ പറ്റിയും പറയാം എന്നാ. പക്ഷെ ശ്രദ്ധ തിരിക്കുന്നതിനെ പറ്റി വ്യക്തമായി വേറെ ഹദീസ് ഉണ്ട്, ബുഖാരിന്റെ ഹദീസ്, അതുകൂടി പറയാമായിരുന്നു. അത് പിന്നെ എല്ലാ ഹദീസും പറയാനൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് മസല പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും ഞമ്മക്കൊരു മനസ്സിന് സമാധാനം കിട്ടും ഹദീസ് പറഞ്ഞാൽ. ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ജഹൽ റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ട ഒരു വസ്ത്ര വ്യാപാരിയുണ്ട് സഹാബാക്കളുടെ കൂട്ടത്തിൽ. അദ്ദേഹത്തിന്റെ ജോലി യമനിൽ നിന്നും ഷാമിൽ നിന്നുമൊക്കെ വിവിധ ഇനത്തിൽപ്പെട്ട വസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്ത് മദീനയിൽ വിൽപ്പന നടക്കുന്ന ജോലിയാണ്, വ്യാപാരിയാണ് ബഹുമാനപ്പെട്ട അബൂ ജഹൽ റളിയല്ലാഹു തആല. അങ്ങനെ കാര്യമായ വ്യാപാരങ്ങൾ നടന്നു കഴിഞ്ഞാൽ വരുമ്പം ലാഭം കിട്ടുന്ന ഒരു വിഹിതം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സഹാബികൾക്കൊക്കെ ഹദിയായിട്ട് ചില വസ്ത്രങ്ങൾ കൊടുക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട അബൂ ജഹൽ റളിയല്ലാഹു തആല അൻഹു വ്യാപാരം കഴിഞ്ഞ് വന്നപ്പം നല്ല ലാഭം കിട്ടി. അപ്പോ ഒരു നല്ല കള്ളിയുള്ള യമനി വസ്ത്രം ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയായി കൊടുത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അത് ധരിച്ച് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആ വസ്ത്രം വേഗത്തിൽ അഴിച്ചു മാറ്റി, അത് താൻ സാധാരണ ധരിച്ചിരുന്ന വസ്ത്രം ധരിച്ചതിന് ശേഷം ഈ വസ്ത്രം ചുരുട്ടി പിടിച്ച് പൊതിഞ്ഞിട്ട് മറ്റൊരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ഹബൂ ബിഹാദാ ഇലാ അബീ ജഹം വഅ്തൂനി ബി അംബിജാനിയതിഹി, ഈ കള്ളി പുള്ളിയുള്ള ഈ വസ്ത്രം എന്നെ നിസ്കാരത്തിൽ എന്നെ അശ്രദ്ധനാക്കാന്നോ എന്ന് ഞാൻ ഭയപ്പെട്ടു. നിസ്കാരത്തിൽ എന്നെ ഷോലാക്കിപ്പോയോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ഇത് തിരിച്ച് അബൂ ജഹലിന് തന്നെ കൊണ്ടുപോയി കൊടുക്കൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഹദിയ തിരിച്ചു കൊടുക്കുമ്പോൾ അബൂ ജഹൽ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു വിഷമം വരുമല്ലോ. അതിന് വിഷമം വരാതിരിക്കാൻ വേണ്ടി അംബിജാനിയ എന്ന് പറഞ്ഞിട്ട് കള്ളിയും പുള്ളിയൊന്നും ഇല്ലാത്ത ഒരു മങ്ങിയ കളറുള്ള ഒരു വസ്ത്രമാണ് ഈ അംബിജാനിയ. അങ്ങനെ അംബിജാനിയത്തിൽ നിന്നിട്ടൊന്നു വരാൻ പറ എന്ന് പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലത്തിനി ഹാദിഹി, ഈ കുപ്പായം എന്നെ നിസ്കാരത്തിൽ ശ്രദ്ധ തിരിച്ചു കളഞ്ഞല്ലോ. അതുകൊണ്ട് ഇത് ഭൂമിയായില്ല അബീജഹം വഅ്തൂനി ബി അംബിജാനിയതിഹി, ഇത് അബൂജഹമിനെ എന്നെ കൊണ്ടേ കൊടുക്കി, എന്നിട്ട് അംബിജാനിയ തരാൻ പറയാറ്. അപ്പൊ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കള്ളിമ്പുള്ളിയുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിച്ചിട്ട് അവിടത്തേക്ക് മനസ്സിൽ അത് ഷോലായെങ്കിൽ അയാള് വലിയ കാര്യമായ ആളാണ്. മൂപ്പരിഞ്ഞ് കള്ളിത്തുണിയല്ല പുള്ളിത്തുണി ധരിച്ചാലും മൂപ്പർക്ക് ഖുശൂവിന് ഒരു തകരാറും പറ്റൂല. മൂപ്പര് നിസ്കാരത്തിലാണ് തക്ബീർ കെട്ടിയ ദുന്യാവാകെ സൽസലാവുന്ന വലിയ ഭൂകമ്പം തന്നെ ഉണ്ടായാലും സുനാമി നടന്നാലും അറിയില്ല. ആജാദി ഖുശൂഅ. നിങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് ഇപ്പൊ ഒക്കെ ഈ കള്ളിയും പുള്ളിയൊക്കെ ഖുശൂ പോവുള്ളൂ.
അതുകൊണ്ട് മഹാന്മാര് ഖുശൂ പോലെ ഓലെ സംബന്ധിച്ച് എന്നതുകൊണ്ട് ധരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പറിയണോൻ ഏറ്റവും വലിയ കള്ളനാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല പറയുന്നത്. മനസ്സിലാക്കണം. അങ്ങനെ പറയണോൻ കള്ളന്മാരാണ്, കള്ളത്തരീക്കത്തേരാണ്. കാരണം എന്താ? ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഖുശൂഉം ഹുദൂറുൽ ഖൽബും ഉള്ള അള്ളാഹുവിന്റെ അടിയാറുകൾ വേറെ ലോകത്തില്ല. അള്ളാഹുവിന്റെ അടിയാറുകൾ അന അഖ്ശാക്കും അലമുക്കും ലില്ലാഹ് വ അഖ്ശാക്കും ലില്ലാഹ് വ അത്ഖാക്കും ലില്ലാഹ്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവൻ ഞാനാണ് അള്ളാഹിന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്നവനും അള്ളാഹുവിനെ ഏറ്റവും തഖ്വ ചെയ്യുന്നവനും ഞാനാണ് എന്ന് പറഞ്ഞ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന് കള്ളിത്തുണി ശോലായെങ്കിൽ പിന്നെ ഈ പൂച്ച ശൈഖന്മാർക്ക് ശോലാവില്ല, ഒരു ഖുശൂ കൊണ്ട് ഇതുകൊണ്ടൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവൻ കള്ളവാദിയാണ് എന്ന്. ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫയിൽ പറയുന്നു, അത്തരം വാദം കള്ളവാദമാണ്. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാളും വലിയ ഖുശൂവും മനസാന്നിധ്യം ഉള്ളവരില്ല. ആ ഹബീബിന് ശോലായെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറം വർത്താനം പറയണ്ട. ഇങ്ങനെ ഷോലാക്കുന്നതിലേക്ക് നോക്കൽ കറാത്താണെന്നത് കൊണ്ടാണ് കുര്യത്തായുവൻ ആകാശത്തേക്ക് നോക്കൽ മാത്രമല്ല അതിന്റെ പുറമെ കറാത്താക്കപ്പെട്ടത് ഫീ മുഹത്തത്തിൻ ഉണ്ടോ, കള്ളിയുള്ള വസ്ത്രം ധരിച്ചിട്ട്, ഔ ഇലൈഹി അല്ലെങ്കിൽ മുന്നിൽ തൂക്കിയിട്ട് അതിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുക, ഔ അലൈഹി അല്ലെങ്കിൽ അത് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ നിസ്കരിക്കുക കേട്ടോ. അപ്പൊ ഈ കള്ളിയും പുള്ളിയുള്ള വസ്ത്രം ധരിക്കൽ മാത്രമല്ല, അത് മുന്നിൽ പിരിയായിട്ട് തൂക്കിയാലും അടിയിൽ മുസല്ലയായിട്ട് വിരിച്ചാലും ഒക്കെ കറാഹത്താണ്. അപ്പൊ ഇന്നത്തെ പള്ളികളിലൊക്കെ ഉള്ള മുസല്ലകളോ, ആ കഥയെ ചോദ്യമില്ല. എന്നാ മുസല്ലകളുടെ കൂട്ടത്തിൽ തന്നെ ഈ വിരിക്കുന്ന കാർപ്പറ്റുകളിൽ കള്ളിയും പുള്ളിയൊന്നും ഇല്ലാത്ത ഒറ്റ കളറുകളുണ്ട്, അതിന് കുഴപ്പമില്ല. അമ്പിജാനത്ത് ധരിക്കാറുണ്ടല്ലോ, അമ്പിജാനത്ത് കളറുള്ളത് തന്നെയാണ്. പക്ഷെ കള്ളിയും പുള്ളിയും ഉണ്ടാവുമ്പോൾ അതിലേക്ക് ശ്രദ്ധ പോകുന്നു. എന്താ കാരണം? അന്നഹു ഈ മുഹത്തത്ത് അത് ധരിച്ച് സ്കരിച്ചാലും അതിലേക്ക് മുന്നിട്ട് സ്കരിച്ചാലും അത് വിരിച്ചു സ്കരിച്ചാലും യുഹല്ലു ബിൽ ഖുശൂ, മനസ്സാന്നിധ്യത്തിന് അത് ഖലല് വരുത്തും. കാരണം എന്താ? സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുമ്പം ഈ വിരിച്ച വസ്തു അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന വസ്തു അല്ലെങ്കിൽ ഈ ധരിച്ച വസ്തുവിലേക്ക് ശ്രദ്ധ പോയാൽ മനുഷ്യന്റെ കൽബ് പല ഷോലിലേക്കും പോകാനിട വരും. അതുകൊണ്ട് കറാത്താണ്. ഇനി മറ്റൊരു കാര്യം, ഫീ സ്വലാത്തിഹി, നിസ്കാരത്തിൽ തുപ്പലും കറാഹത്താണ്. നിസ്കാരത്തിൽ തുപ്പുക എന്നല്ല കറാഹത്ത്, എവിടേക്കെന്ന് പറയുന്നുണ്ട്. വകദാ, നിസ്കാരത്തിൽ എന്നതുപോലെ തന്നെ ഖാരിജഹ, നിസ്കാരത്തിന്റെ പുറത്തും തുപ്പല് കറാഹത്താണ്. എങ്ങോട്ട് തുപ്പല്? തീരെ തുപ്പൽ കറാഹത്താന്നല്ല ആലൂര്. പറച്ചോലഞ്ഞ് തുപ്പാനും വയ്യേ, കിതാബ് ഓതി ഉള്ളോ ഇറങ്ങാറായോ എന്ന് വിചാരിക്കണ്ട. തീരെ തുപ്പരുത് എന്നല്ല, മറിച്ച് അമാമൻ, മുമ്പിലോട്ട് തുപ്പരുത്. അല്ലോ, നിസ്കരിക്കുന്ന സമയത്ത് മുമ്പിലോട്ട് തുപ്പരുത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, ഇത്തിഫാക്ക. എന്നാൽ നിസ്കാരമല്ലാത്തപ്പോൾ കിബിലയുടെ നേരെ ആണെങ്കിലേ പാടില്ലായുള്ളൂ, ഇല്ലെങ്കിൽ പാടുണ്ട് എന്ന് പറഞ്ഞ ചില ഇമാമിയങ്ങളുണ്ട്. പക്ഷെ അതല്ല മുഅ്തമദ്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ മുഅ്തമദാക്കിയനുസരിച്ച് നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും കിബിലയുടെ നേർക്കാണെങ്കിലും അല്ലെങ്കിലും നേരെ മുമ്പോട്ട് തുപ്പൽ കറാഹത്താണ്. കിബില വജീഹി, മുഖത്തിന്റെ നേരെ മുമ്പോട്ട് തുപ്പൽ. അതാ വൈലം യകുൻ മൻ ഹുവ ഖാരിജഹ, നിസ്കാരത്തിൽ അല്ലാത്ത ആള് അല്ലെങ്കിലും മുസ്തഖ്ബിലൻ ഖിബ്ലക്ക് മുന്നിട്ടവൻ അല്ലെങ്കിലും കറാഹത്താണെന്ന് കമാഅത്തുലഫഹു നവവിയു, ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മുമ്പിലോട്ട് തുപ്പൽ കറാഹത്താണ് എന്നാ പറഞ്ഞത്. അത് നിസ്കരിക്കുമ്പോൾ തുപ്പൽ എന്ന് മാത്രമല്ല, നിസ്കരിക്കുമ്പോൾ അല്ലാത്തപ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടാണെന്നോ ഖിബ്ലക്ക് മുന്നാലെയാണെന്നോ ഒന്നുമില്ല. എങ്ങനെയാണെങ്കിലും നേരെ മുൻവശത്തോട്ട് തുപ്പൽ നിസ്കാരത്തിലും കറാഹത്താണ്, നിസ്കാരത്തിലല്ലാത്തപ്പോഴും കറാഹത്താ. ഖിബ്ലക്ക് മുന്നിട്ടാണെങ്കിലും കറാഹത്താണ്, ഖിബ്ലക്ക് മുന്നിട്ട് അല്ലെങ്കിലും കറാഹത്താ. അത് നിസ്കാരത്തിലല്ലാത്തവൻ പറയാൻ, നിസ്കാരത്തിൽ ഏതായാലും ഖിബ്ലത്ത് മുന്നിട്ടാണല്ലോ നിൽക്കുക, അപ്പം തുപ്പിയ ഖിബ്ലന്റെ നേർക്കാവും. ഇനി നിസ്കാരത്തിലല്ലാത്തവൻ ചിലപ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാതിരിക്കും. രണ്ടായാലും മുൻപിലോട്ട് തുപ്പൽ കറാഹത്താണ് എന്നതാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ മുഅ്തമദാക്കിയത്. ഇനി അതിന്റെ പുറമെ യമീനൻ, വലതുവശത്തോട്ട് തുപ്പലും കറാഹത്താവും. അതും തന്നെ നിസ്കാരത്തിലും നിസ്കാരത്തിലല്ലാത്തപ്പോഴും. നിസ്കാരത്തിലും വലതുവശത്തോട്ട് തുപ്പാൻ പാടില്ല, നിസ്കാരത്തിലല്ലാതെയും വലതുവശത്തോട്ട് തുപ്പാൻ പാടില്ല. എന്താ ഇങ്ങനെ മുമ്പിലോട്ടും വലതുവശത്തോട്ടും തുപ്പാൻ പാടില്ലെന്ന് പറയാൻ കാരണം? ലിഖബരി ശൈഖൈനി,
ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം തങ്ങളും ഇമാം ബുഖാരി തങ്ങളും റഹ്മഹുമുല്ലാ രണ്ട് മഹാന്മാർ റിവായത്ത് ചെയ്ത ഹദീസ് ഉണ്ട്. എന്താണ്? ഇദാ കാന അഹദുക്കും ഫിസ്വലാത്തി, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിസ്കാരത്തിലായിരിക്കുമ്പോൾ ഫഇന്നഹു യുനാജി റബ്ബഹു അസ്സ വജല്ല, തന്റെ നാഥനാവുന്ന മഹാനായ റബ്ബ് തആലയോടാണ് അവൻ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫലാ യബ്സുഖന്ന, തീർച്ചയായും അവൻ തുപ്പിപ്പോവരുത്, ബൈന യദൈഹി, തന്റെ മുമ്പിലോട്ട്, വലാ അൻ യമീനിഹി, തന്റെ വലതുവശത്തോട്ടും തുപ്പിപ്പോവരുത്. പിന്നെന്ത് വേണം? അത്യാവശ്യം വന്നാൽ ബൽ അൻ യസാരിഹി, ഇടതുവശത്തോട്ട് തുപ്പിക്കൊള്ളട്ടെ. ഇടതുവശത്തോട്ട് തുപ്പിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൊ പള്ളി തുപ്പാൻ പറ്റുമോ എന്ന് മസാല ചോദിക്കണ്ട, അതിന് ശേഷം പറയുന്നുണ്ട്. പള്ളിയിലാണെങ്കിൽ എവിടേക്കും തുപ്പാൻ പറ്റൂല, വലത്തോട്ടും തുപ്പാൻ പറ്റൂല, ഇടത്തോട്ടും തുപ്പാൻ പറ്റൂല, കീപ്പോട്ടും തുപ്പാൻ പറ്റൂല, എവിടേക്കും തുപ്പാൻ പറ്റൂല. പള്ളിയിൽ തുപ്പാൻ പാടില്ല, അത് വേറെ വിഷയം. പള്ളിയിലല്ലാത്തപ്പോൾ മുമ്പോട്ട് തുപ്പാൻ വയ്യ, ഇടത്തോട്ടും തുപ്പാൻ വയ്യ. എന്താ മുമ്പിലോട്ട് തുപ്പാൻ വയ്യ പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മുനാജാത്തിലാണ്, മുന്നോട്ട് തുപ്പാൻ പാടില്ല. എന്നാൽ വലതുവശത്തോട്ട് തുപ്പാൻ പാടില്ല എന്നറിയാൻ കാരണം എന്താ? വലതുവശത്തിലുള്ള മലക്ക് ബഹുമാനം അറിയിക്കുന്നു, അതുകൊണ്ട് വലതുവശത്തോട്ട് തുപ്പാൻ പാടില്ല. അപ്പൊ പിന്നെ ഒരു നിസ്കാരം എന്താ? പിന്നെ ഇടത്തു വശത്തുണ്ടല്ലോ മലക്ക്. എന്തായാലും വലത്തെ പുറത്തുണ്ടെങ്കിൽ ഇടത്തെ പുറത്തുമില്ലേ? മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്നീ രണ്ട് മലക്കുകൾ ഇടത്തും വലത്തും ആയിട്ടുണ്ടല്ലോ. അപ്പൊ വലത്തോട്ട് തുപ്പുന്നത് വലത്തെ പുറത്തുള്ള മലക്കിനെ വഞ്ചിരുന്ന ഇടത്തെ പുറത്തോ? ഇടത്തെ പുറത്ത് അദ്ദേഹത്തിന് ഫിറ് എന്ന നിലക്ക് വലതുവശത്തോട്ട് തുപ്പാതിരിക്കാൻ ഒരിക്കലും തുപ്പോ. അപ്പൊ വലത്തെ പുറത്തും ജനങ്ങൾ തുപ്പാൻ വയ്യ. അപ്പൊ എന്താ പറ്റുക? ഇടത്തും വലത്തും ജനങ്ങളുണ്ട്, അപ്പൊ എന്താ പറ്റുക? അവർ ഔ താഴ്ത്ത കഥമിഹി, തല അല്പം താഴ്ത്തിപ്പിടിച്ച് കാലിന്റെ അടിയിലേക്ക് താഴോട്ട് തുപ്പിക്കൊള്ളട്ടെ. ഏത് കാല്? അൽ യുസ്ര, ഇടത്തെ കാലിന്റെ ചോട്ടിലേക്ക് തുപ്പിക്കൊള്ളട്ടെ. ഇടത്തെ പുറത്തേക്ക് അങ്ങോട്ട് പോണ്ട, തല അല്പം താഴ്ത്തിയിട്ട് കാല് ഇടക്കാല് കീറ്റത്തേക്ക് തുന്നിട്ട് കാല് വെക്കാം. നജസൊന്നും അല്ലല്ലോ. ഇനി പള്ളിയിലാണെങ്കിലോ അവിടെ തുപ്പാൻ പറ്റൂലല്ലോ. മുന്നോട്ടും വയ്യ, വലത്തോട്ടും വയ്യ, ഇടത്തോട്ടും വയ്യ, കീപ്പോട്ടും വയ്യ, കാരണം പള്ളിയാണ്. അപ്പൊ പിന്നെന്താക്കുക? ഔഫീ സൗബിൻ, അതല്ലെങ്കിൽ തന്റെ വസ്ത്രത്തിൽ തുപ്പിക്കൊള്ളട്ടെ. ആ വസ്ത്രത്തിന്റെ ഏത് ഭാഗത്ത്? മിഞ്ചിഹത്തി യസാരി, ഇടതുവശത്ത്. കണ്ടോ? ഈ പോക്കറ്റ് പഴയ കാലത്ത് നെഞ്ഞത്തെ പോക്കറ്റ് ഇടത്തെ വലത്ത ഭാഗത്തായിരുന്നു വെക്കാറ്. അതിന്റെ ഒരു കാരണം ഇതാണ്. എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ടവൽ കൊണ്ട് നടക്കും ആൾക്കാർ. ഇപ്പൊ അതിന് ടിഷ്യൂ പേപ്പറാണ്, അതും ഇതേ നിയമം തന്നെ. അങ്ങനെ ഈ ടവൽ എടുത്ത് അതിൽ തുപ്പിയിട്ട് അത് പോക്കറ്റിൽ വെക്കാൻ, ഈ ഇടത്തെ പോക്കറ്റിൽ വെക്കാൻ സൗകര്യ. അതിന് വേണ്ടിയിട്ടാണ് നെഞ്ഞത്ത് ഇടത്തെ ഭാഗത്തൊരു പോക്കറ്റ് വന്ന്. അങ്ങനെ വസ്ത്രത്തിൽ ഒന്നിരിക്കല് ടവല് ടിഷ്യൂ പോലത്തെ തുപ്പിയിട്ട് പോക്കറ്റിലിടുക. അതില്ലെങ്കിൽ കുപ്പായ കയ്യുമ്മലോ തലയിലിട്ട തട്ടുണ്ടെങ്കിൽ ആ തട്ടത്തിന്റെ തലയിലോ തുപ്പുക. അതിനൊന്നും കേടില്ല, കാരണം തുപ്പല് നജസല്ല, പക്ഷേ മ്ലേച്ഛ വസ്തുവാണ്. പള്ളി ബഹുമാനിക്കേണ്ടതായതുകൊണ്ട് ഈ മ്ലേച്ഛ വസ്തു നജസല്ലെങ്കിൽ പോലും പള്ളിയിൽ പുരട്ടാൻ പാടില്ല. അതുകൊണ്ട് വസ്ത്രത്തിലേക്കോട്ടെ നജസല്ലാത്തതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമുണ്ടാവൂല എന്നല്ല ബഹുവാവൂല. വസ്ത്രത്തിൽ ഇടതുഭാഗത്തായിട്ട് തുപ്പലാണ് താഴത്ത് തുപ്പുന്നതിനെക്കാട്ടിലും നല്ലത്. ഇനി ഒരു ഇഷ്കാല് നേരത്തെ പറഞ്ഞ ഖാല ശൈഖുന ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നു. എന്താ പറയുന്നത്? മുമ്പിൽ കൊണ്ട് തുപ്പാൻ പാടില്ല അള്ളാഹുവിനോട് മുനാജാത്താണ്. വലത്തോട് തുപ്പാൻ പാടില്ല എന്ന് പറയുന്ന വലത്തോട്ട് ഭാഗത്തുള്ള മലക്കിനെ ബഹുമാനിക്കുക. എന്നാ പിന്നെ ഇടത്തെ പുറത്തുണ്ടല്ലോ മലക്ക് എന്നതിന് പറഞ്ഞ് ആ സംശയത്തിന് മറുപടി വരാബുഴ ഫീ മുറാഅത്തി മലക്കിൽ യമീനി, വലതു ഭാഗത്തെ മലക്കിനെ ബഹുമാനിച്ച് പരിഗണിച്ചുകൊണ്ട് വലതുഭാഗത്തേക്ക് തുക്കാതിരിക്കുകയെന്ന് ദൂന മലക്കിൽ യസാരി, ഇടതുവശത്തുള്ള മലക്കിനെ പരിഗണിക്കാതെ അങ്ങോട്ട് തുപ്പുകയും ചെയ്യുന്നതിൽ ബുഴദില്ല എന്ന് പറഞ്ഞാൽ അത് വിദൂരമായ ഒരു സാധ്യതയൊന്നുമല്ല, ന്യായമാണ്. എന്തുകൊണ്ട്? ഇൽഹാർ അലി ഷറഫിൽ അവലി, വലതുവശത്തുള്ള മലായിക്കത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക. കാരണം അദ്ദേഹം അമീർ കൂടിയാണ്, ഇടതുവശത്തുള്ള മലക്കിന്റെ അമീർ കൂടിയാണ്. ഒരു തെറ്റൊരു മുഅ്മിനായ മനുഷ്യൻ ചെയ്താൽ ഒരു സാറ്റ് സമയം വരെ വലതുവശത്തുള്ള മലക്ക് പറയും എഴുതാനായിട്ടില്ല, നിൽക്കട്ടെ. ഒരു സായത്തിനിടയിൽ തൗബ ചെയ്താൽ തൗബ ചെയ്ത
ആ സ്വാലിഹായ അമല് മാത്രം വലതുവശത്ത് എഴുതും, ഇടതുവശത്ത് രേഖ ഉണ്ടാവില്ല. ഒരു സാത്ത് കഴിഞ്ഞിട്ടും തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ഇനി എഴുതിക്കോ എന്ന് വലത്തെ ഭാഗത്തുള്ള മലക്ക് ഓർഡർ ചെയ്തെങ്കിലേ ഇടത്തെ ഭാഗത്തുള്ള മലക്ക് എഴുതുള്ളൂ. അപ്പൊ വലതുവശത്തുള്ള മലക്ക് ഇടതുവശത്തുള്ള മലക്കിന്റെ മേൽ അമീറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് അദ്ദേഹത്തിന് മറ്റേ മലക്കിനേക്കാളും പ്രത്യേക ബഹുമതി ഉള്ളത് കൊണ്ട് അത് പരിഗണിക്കുന്നു. ഇനി വലൗകാനലായ സാരി ഫഖത്ത് ഇൻസാനുൻ, ഇടതുവശത്ത് മാത്രം ഒരാളുണ്ട്, വലത്തെ പുറത്ത് ആളുമില്ല. എന്നാ ബസഖൻ യമീനിഹി, ഈ വലതുവശത്തുള്ള മനുഷ്യന്റെ ഹുർമത്ത് പാലിച്ചിട്ട് ഇടത്തോട്ട് തുപ്പാണ് വേണ്ടത്. ഇദാ ലം യുംകിൻഹു അൻ യുതഅതിയ റഅസഹു വയബ്സുഖ ഇലൽ യമീനി ലാ ഇലൽ യമീനി, തല താഴ്ത്തി വലത്തോട്ടും ഇടത്തോട്ടുമല്ലാതെ താഴ്ഭാഗത്തേക്ക് തുപ്പാൻ പറ്റാതെ വരുന്ന സമയത്ത് എന്താക്ക, വലത്തോട്ട് തുപ്പാം എന്ന് പറഞ്ഞപ്പോ എന്തായി, വലത്തെ ഭാഗത്തേക്ക് തുപ്പണ്ട, ഇടത്തോട്ട് തുപ്പാം. അപ്പൊ നോക്കുമ്പോ ഇടത്തെ പുറത്തൊരാളുണ്ട്, വലത്തെ പുറത്ത് ആരുമില്ല. എന്നാ പിന്നെ അവിടെ എന്താ വേണ്ടത്, തല താഴ്ത്തിയിട്ട് ഇടത്തോട്ടും വലത്തോട്ടും അല്ലാതെ ഇടത്തെ കാലിന്റെ ചോട്ടുക്കായിട്ട് താഴത്തേക്ക് തുപ്പാം. അങ്ങനെയും തുപ്പാൻ പറ്റാത്ത സാഹചര്യത്തിൽ പിന്നെ ഇടത്തോട്ട് തുപ്പാൻ, അതെ വലത്തോട്ട് തുപ്പാൻ വേണ്ടത് ഇടത്തെ പുറത്ത് ആളുണ്ടാവുമ്പോ. ഇനി വേറൊരു കേസ്, പള്ളി തുപ്പല് ഹറാമാണെന്ന് പൊതു നിയമം. എന്നാൽ എപ്പോഴാണ് പള്ളി തുപ്പൽ ഹറാമാവല്? വൈന്നമായ ഹർമുൽ ബസാഖു ഫിൽ മസ്ജിദി, പള്ളിയിൽ തുപ്പൽ ഹറാമാവല് ഇം ബഖിയ ജിർമുഹു, തുപ്പലിന്റെ തടി ബാക്കിയുണ്ടെങ്കിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തുപ്പൽ അങ്ങോട്ട് തുപ്പി, ആ തുപ്പൽ പള്ളിയിലായി, ആ തുപ്പുനീരിന്റെ തടി ബാക്കിയുണ്ടെങ്കിൽ ഹറാമാവൂ. അതേ സമയത്ത് ലാ ഇനുസ്തഹ്ലിക ഫീ നാവി മാഇ മൽമലത്തിൻ, വായിൽ കൊപ്പിളിച്ച വെള്ളത്തിൽ കലർന്ന് തുപ്പൽ കാണുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. എന്ന് പറഞ്ഞാ വായിൽ വെള്ളം കൊപ്പിളിച്ചു, അതിന് സ്വാഭാവികമായിട്ട് തുപ്പല് കലർന്നിട്ടുണ്ടാവുമല്ലോ, അത് പള്ളിയിൽ അത് പാറ്റി തുപ്പി, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്താ, അത് വെള്ളമായി പോയില്ലേ, തുപ്പലായിട്ട് കാണുന്നില്ലല്ലോ. മറ്റ് നജസായത് കൊണ്ടല്ല, തുപ്പലൊരു മ്ലേച്ഛ വസ്തു ആയതുകൊണ്ടാണ്. ആ മ്ലേച്ഛ വസ്തുവായ വസ്തുവായി തുക്കുമ്പോഴേ ഹറാമുള്ളൂ. അത് വെള്ളത്തിൽ കറന്ന് സാധനം കാണാതെ പോയാൽ ആ ഹറാമ് വരൂല. അതുപോലെ തന്നെ അസ്വാബ ജുസ്അൻ മിൻ അജ്സാഇഹി, പള്ളിയുടെ ഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഭാഗത്താവുമ്പോഴേ ഹറാമ് വരുള്ളൂ. ദൂനഹവായി, അന്തരീക്ഷത്തിലാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ ഒരാള് പള്ളിയുടെ ഉള്ളിലിരുന്നിട്ട് നീട്ടി പള്ളിയിലാകാത്ത നിലക്ക് അന്തരീക്ഷത്തിലൂടെ പുറത്തേക്ക് തുപ്പി, തുപ്പല് പൂർണ്ണമായിട്ട് പുറത്തു തന്നെ പോയി. പക്ഷെ അന്തരീക്ഷത്തിൽ കൂടെ പോയിട്ട് അതും ഹറാമാണെന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയാം അതില്ല, അന്തരീക്ഷത്തിൽ കൂടെ അങ്ങോട്ട് പോയതിൽ കുഴപ്പമില്ല. ചുമരിലോ നിലത്തോ പോലെയുള്ള പള്ളിയുടെ ഭാഗങ്ങളിലാവുമ്പോഴേ ഹറാമുള്ളൂ. അന്തരീക്ഷത്തിലൂടെ പുറത്തേക്ക് പോയത് കൊണ്ട് ഹറാമ് വരൂല. ഇനി ഗണ്ണിക്കുക, പള്ളിയുടെ അന്തരീക്ഷത്തിൽ തുപ്പലും ഹറാമാണെന്ന് പറഞ്ഞാൽ പള്ളിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുറത്തേക്ക് നീട്ടി തുപ്പി. അപ്പൊ ഈ തുപ്പുനീര് പോകുന്ന പള്ളിന്റെ ഉള്ളിൽ കൂടെയാണ് പുറത്താ ചാടുന്നതെങ്കിലും അതും ഹറാമാണെന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞ വാദം. ഈ പള്ളിന്റെ ഭാഗങ്ങളിൽപ്പെട്ട എവിടെയും ആയിട്ടില്ലെങ്കിലും അന്തരീക്ഷത്തിലൂടെ തുപ്പൽ ഹറാമാണ് എന്ന് പറയുന്ന വാദമാകുന്നത് ബഈദുൻ, അത് ന്യായത്തിൽ നിന്ന് വളരെ വിദൂരമാണ്. വളരെ മുഅവ്വലിനരേ, അതിന് അടിസ്ഥാനമൊന്നുമില്ല, തെളിവില്ല, അതിന്മേൽ അടിസ്ഥാനമാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് തള്ളിക്കളയേണ്ട ഒരു ബലഹീനമായ അഭിപ്രായമാണ്. അന്തരീക്ഷത്തിലൂടെ പുറത്തേക്ക് തുപ്പൊന്നും പാടില്ല. അപ്പൊ ആല് പറഞ്ഞനുസരിച്ച് എന്താണ്, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് തുപ്പണം, അത് വേണ്ട. പള്ളിയിൽ എവിടെയും ആവാതെ പള്ളിന്റെ ഉള്ളിൽ നിന്ന് ജനലിന്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ വാതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് തുപ്പിയാൽ കുഴപ്പമില്ല, പള്ളിയിലാകരുത് എന്നുള്ളൂ. അതുപോലെ തന്നെ വദൂന തുറാബിൻ ലം യദ്ഖുൽ ഫീ വഖ്ഫിഹി, പള്ളിയുടെ വഖഫിൽ പെടാത്ത കുറച്ച് മണ്ണുണ്ട് പള്ളിയിൽ, അതിൽ തുപ്പലും ഹറാമൊന്നുമില്ല. ഉദാഹരണം, ഒരു ബക്കറ്റില് കുറെ മണ്ണ് കൊണ്ടുവന്നിട്ടാണ്, പള്ളിപ്പെട്ടല്ല, പൊടിമണ്ണ് അല്ലെങ്കിൽ മണല്, ആ മണൽക്ക് ആ മണ്ണുക്ക് തുപ്പിയത്, അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം പള്ളിപ്പെട്ടല്ലോ, അതുകൊണ്ട് ഹറാമില്ല. അപ്പൊ എവിടെയൊക്കെ പെട്ട്, ഇപ്പൊ ഹറാമാവണമെങ്കിൽ എന്ത് നിബന്ധനകൾ? അപ്പം ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞു, പള്ളി തുപ്പൽ ഹറാമാണെന്ന് ഒറ്റവാക്ക് പറയാൻ വയ്യ. പള്ളി തുപ്പൽ ഹറാമാണെന്നാണ് തുപ്പലിന്റെ തടി ബാക്കി ഉണ്ടാവുകയും പള്ളിയുടെ ഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗത്ത് അതാവുകയും
പള്ളിയുടെ വഖഫിൽപ്പെടാത്ത പള്ളിയുടെ അകത്തുള്ള മണ്ണിൽ അല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഹറാമാകുന്നത്. പള്ളിയുടെ വഖഫിൽപ്പെട്ട മണ്ണിലായി, പള്ളിയുടെ ഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗത്തിലായി തുപ്പുനീരിന്റെ തടി ബാക്കിയുണ്ട് എങ്കിൽ ഹറാമാണ്, അതില്ലെങ്കിൽ ഹറാമ് വരൂല. ഖീല ദൂന ഹിസ്രിഹി എന്നാലേ പായിലും ഹറാമില്ല എന്നൊരു കൗലുണ്ട്, പക്ഷെ അത് ലൈഫ. ലാക്കിയാറുമാലേഹ പായ ഉള്ളിന്റെ മേൽ തുപ്പൽ ഹറാമ് തന്നെയാവും. എങ്ങനെ പള്ളി എന്നുള്ള ഹറാമല്ലെങ്കിലും ഇന്ത്യത്തിൽ തഖ്ദീരിഹ അതിനെ മലിനമാക്കുക എന്ന നിരക്ക്. പള്ളിയിൽ വിരിച്ച പായ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി വിരിച്ചതാണല്ലോ, അത് പള്ളിയുടെ വഖഫിൽ പെട്ടിട്ടില്ലെങ്കിൽ പോലും അത് പള്ളിയിൽ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ആയതുകൊണ്ട് പള്ളിയിൽ നിന്നുള്ള ഹറാമ് വരുന്നില്ല, കാരണം പള്ളിയിൽ പെട്ടതല്ല. എങ്കിൽ പോലും പള്ളിയിൽ ഉപയോഗിക്കുന്ന വസ്തു മലിനമാക്കുക എന്നുള്ള ഹറാമ് തന്നെയാവും കമാഹു ളാഹിറുൻ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്നു. ഇനി വേറൊരു വിഷയം, ഖറാത്തൊക്കെ കഴിഞ്ഞ് പള്ളി തുപ്പൽ ഹറാമാന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. വേജിബു നിർബന്ധമാകും, ഇഖ്റാജു നജസിൻ നജസിനെ പുറത്തു കളയൽ, മിൻഹു പള്ളിയിൽ നിന്നും, ഫൗറൻ കണ്ട ഉടനെ അതിനെ പുറത്തു കളയൽ നിർബന്ധമാണ്. ഐനിയൻ ഫർള്, അതിനാണ് ആരാണ് കണ്ടോത് കണ്ടവന്റെ മേൽ ഫർളാണ്. അത് പള്ളിക്കത്തെ കാവ്യാരായാലും വേണ്ടിയില്ല, ബാങ്ക് കൊടുക്കണ മൊല്ലാക്കിയാലും വേണ്ടിയില്ല, കമ്മിറ്റി പ്രസിഡന്റോ സെക്രട്ടറിയോ ആയാലും വേണ്ടിയില്ല, ആരായാലും കണ്ടവനാരോ കണ്ടവൻ ഉടനെ അതിനെ പുറത്താക്കിക്കൊള്ളണോ. അലാമൻ അലിമബി ആരാണോ നഴ്സ് അറിഞ്ഞത് ഓൻ ആദ്യം പുറത്താക്കണം. സംഗതി ഈ നജസ്സുകൾ നീക്കാന് അഴുക്കും മാലിന്യം നീക്കാനൊക്കെ വേണ്ടി നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മയ്യഖൂമു ബിഹാ ഇങ്ങനെയുള്ള ഇസാലത്തിന് വേണ്ടിയിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരാളെ നിയമിച്ചിട്ടുണ്ട്, ബിമാലൂമിൻ ശമ്പളം കൊടുത്തിട്ട്. എന്നാലും നേരെ മുക്രിച്ചാനെ വെച്ച് നോട്ടിക്കോളി പള്ളി ക്ലീൻ ചെയ്യാൻ. അങ്ങനെ പ്രസിഡന്റ് കയറി വന്ന് സുന്നത്തസ്കരിക്കാൻ നിൽക്കുമ്പോ മുന്നിൽ തന്നെ പള്ളി കാഷ്ണം കണ്ടു. പള്ളി കാഷ്ടിച്ച് കണ്ടത് പഴയ പള്ളികളിലും ധാരാളം എന്താണതാ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കറണ്ടിന്റെ ലൈറ്റ് വന്നതിന് ശേഷം കൂടുതലാ. കാരണം ഈ ലൈറ്റിന്റെ വെളിച്ചത്തിൽ പ്രാണികൾ വരുമായി പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പല്ലി വന്നിരിക്കും. അങ്ങനെ കാഷ്ടിച്ചുണ്ടോ. ഇത് കാണുമ്പോ പ്രസിഡന്റ് വിളിക്ക, മുഖർച്ച. അപ്പൊ മുഖർച്ച എന്തോ ഷോലപ്പുറത്താ. മുഖർച്ച നിങ്ങൾ എവിടെയെന്ന് നിങ്ങളെ ആക്കി എന്തിനു വേണ്ടിയിട്ടാ ഓർമ്മണ്ടോ? പള്ളി ഇതാ നിറച്ച് പല്ലി കാശിച്ചിരിക്കും. ഇയാളും ഇങ്ങോട്ട് ചൂടാകും. ചെയ്തൊക്കെ ഹറാമാ. മുഖർച്ച ഉണ്ടായാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല. ആദ്യം എന്ത് വേണം? ഈ കണ്ട നജസ് ആ പ്രസിഡന്റാണ് കണ്ടെങ്കിൽ പ്രസിഡന്റ്, സെക്രട്ടറി ആണെങ്കിൽ കണ്ടതെങ്കിൽ സെക്രട്ടറി, കാവ്യാരാണ് കണ്ടതെങ്കിൽ കാവ്യാർച്ച, അവര് അത് എടുത്തു കളയൽ ഫർദ് അതിനാണ്. അതിനിപ്പോ ശമ്പളം കൊടുത്ത ഒരാളെ വെച്ചിടണല്ലോ, അയാളെ വിളിച്ച് പറഞ്ഞാ പോരാ. പള്ളിയിൽ നജസ് കണ്ടാൽ അത് നീക്കൽ കണ്ടവരുടെ മേൽ ഫർദ് അതിനാണ്. അതായത് ശമ്പളം കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ നോക്കി ശ്രദ്ധിക്കാനായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കണ്ടവന്റെ മേൽ ഫർളാണ് എന്നാണ് മഹാന്മാരായ ഇമാമിങ്ങൾ മൊത്തത്തിൽ പറഞ്ഞ്. കണ്ടവന്റെ മേൽ ഫർളാവുന്ന വേറെ ആളുണ്ടെങ്കിൽ ഫർളാവൂലെന്നും ആളുണ്ടെങ്കിൽ ഫർളാവുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മൊത്തത്തിൽ കണ്ടവന്റെ മേൽ ഫർളാണെന്നാ പറഞ്ഞ. അതിൽ ശമ്പളം കൊടുത്ത് അതിനൊരു മുക്കിർച്ചാനെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്തു വേണം? കണ്ടവർ അത് നീക്കൽ ഫർളായിനാണ്. ഇനി വേറെ വയഹറുമോ ഹറാമാകും ബൗലുൻ മൂത്രിക്കൽ ഫീഹി പള്ളിയിലുണ്ടെ ആരെങ്കിലും മൂത്രയിക്കോ അതിനാ പറയുന്ന വലോഫീനഹി തൊസ്റ്റിൻ അത് പാത്രം പോലത്തത് വെച്ചിട്ടാണെങ്കിലും ശരി. എന്താ ആലൂരെ പിന്നെ അവിടെ ഇസാലത്തിഹീന പിന്നെ അമ്മായിൽ എവിടെ അത് പണ്ടൊന്നും പാത്രം വെച്ച് മൂത്രയിക്കൽ ഉണ്ടായിട്ടല്ല. മഹാന്മാരായ ഈ ഫുഖഹാഇന്റെ കറാമത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ നോക്കിയാ നിങ്ങള് പണ്ട് കാലത്തൊക്കെ മൂത്രമൊഴിക്കുകയാണെങ്കിൽ മൂത്രമൊഴിക്കുക, കാഷ്ടിക്കുകയാണെങ്കിൽ കാഷ്ടിക്കുക, അല്ലാതെ അതിന് പ്രത്യേകിച്ച് പമ്പേഴ്സ് കിട്ടലില്ല. ഇപ്പോ കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ പമ്പേഴ്സാ.
ഹൈലുണ്ടാവുമ്പം അല്ലെങ്കിൽ നിഫാസ് ഉണ്ടാവുമ്പോ സ്ത്രീകൾക്ക് പമ്പേഴ്സ് കിട്ടുന്നു. നല്ല കാര്യമാണ്. പുറത്തൊക്കെ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി നല്ലതാണ്. എന്നതുപോലെ ചെറിയ പൈതൽ മക്കളെ കൊണ്ടുപോകുമ്പോൾ അവര് മലമൂത്ര വിസർജനം നടത്തിയിട്ട് ശരീരത്തിലും മറ്റും നജസാവരുത് എന്ന നിലക്ക് ഉമ്മമാര് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ പമ്പേഴ്സ് കിട്ടുന്നു. പമ്പേഴ്സ് കിട്ടിയാൽ കുട്ടിയിൽ മൂത്രമൊഴിച്ച് അല്ലെങ്കിൽ കാഷ്ടിച്ചു, എന്നാൽ അത് പള്ളിയിൽ വെച്ചാവുമ്പോ ഹറാമാവും. അല്ലാതെ ഇപ്പൊ ആചാര്യക്കാക്കപ്പോ പള്ളിക്ക് പോകുമ്പം ഒരു പഠിക്കും കൊണ്ടുപോയിട്ട് മൂപ്പർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുമ്പം പഠിക്കത്തിൽ മൂത്രമൊഴിക്കുക എന്നുള്ള അർത്ഥത്തിനായിക്കൊള്ളണം എന്നില്ല. അതും തെറ്റ് തന്നെയാണ്. എന്നതുപോലെ കുട്ടികളെ, ചെറിയ കുഞ്ഞു മക്കളെ കൊണ്ടുപോയി അവർക്ക് പമ്പേഴ്സ് കെട്ടിയ ആ കുട്ടികൾ പള്ളിയിൽ വെച്ച് മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ ഹറാമ് തന്നെയാണ്. കുട്ടികൾക്കല്ല ഹറാമ്, രക്ഷിതാവിന്. മനസ്സിലായില്ലേ? കുട്ടികൾക്കല്ല ഹറാമ്, ഹറാമ് വരിക രക്ഷിതാവിനാണ്. കുട്ടിയാണല്ലോ മൂത്രമൊഴിച്ചത്, ആ കുട്ടിയെ കൊണ്ടുപോയത് രക്ഷിതാവല്ലേ. അപ്പോ ഹറമിലൊക്കെ ഇറ്റിക്കാഫിന് പോകുന്ന ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. നരകത്ത് പോകേണ്ടി വരും പുണ്യം കരുതി പോയിട്ട്. ചെറിയ പൈതല് മക്കളെയും കൊണ്ട് ഹറമിൽ പോയി, പമ്പേഴ്സ് കെട്ടീന്, കുട്ടി മൂത്രമൊഴിച്ച്, കുട്ടി കാഷ്ടിച്ച്, അപ്പൊ ഇവള് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, പള്ളിയിലൊന്നും ആയിട്ടില്ലല്ലോ. അപ്പഞ്ഞ് ജമാഅത്തിന് നിസ്കരിക്കാനാവുന്ന സമയത്തൊന്ന് മൂത്രമൊഴിക്കാൻ പോയി, അപ്പൊന്ന് കഴുകി വൃത്തിയാക്കി ഈ പമ്പേഴ്സ് മാറ്റി കെട്ടി കൊണ്ടുവരാ എന്ന് വെച്ച് മണിക്കൂറുകൾ ഇവള് ഇത്തിക്കാവും ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ മൂത്രമൊഴിച്ച അല്ലെങ്കിൽ ഈ കാഷ്ടിച്ച ആ കാഷ്ടവും മൂത്രവും വഹിച്ചുകൊണ്ടുള്ള പമ്പേഴ്സും വഹിച്ച് ഈ കുട്ടി ആ പള്ളിയിൽ നിൽക്കുന്ന സമയത്തോളം ഹറാമിന്റെ കുറ്റം രക്ഷിതാവിന് അള്ളാവിന്റെ അടുക്കൽ നിന്നിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിലാണെങ്കിലും ഹറാമാണ് എന്ന് പറഞ്ഞത്. അല്ലാതെ പാത്രത്തിൽ എന്ന് പറഞ്ഞാണ്ട് പഠിക്കം കൊണ്ടുപോയാണ്ട് പള്ളിയിൽ നിന്ന് മൂത്രയ്ക്കുകയും കാഷ്ടിക്കുകയും ഒന്നും ആരും ചെയ്യലില്ല. ഓക്കെ, അതും ഹറാമ് തന്നെ. എനിവ ഇദ്ഖാലു നൈലിൻ മുതനജ്ജിസത്തിൻ, നജസായ ചെരുപ്പിനെ പള്ളിയിലേക്ക് കടത്തലും ഹറാമാണ്. എങ്ങനത്തെ മുതനജ്ജിസായ ചെരുപ്പ്? ലം യഅ്മനി തൽവീസ്, പള്ളിയിൽ പുരളുമെന്ന് ഇത് നിർഭയമാവാത്തപ്പം. അപ്പൊ ഒരു കീസ് പോലത്തെ നല്ല കീസിൽ കെട്ടി പള്ളിയിലാവൂല, എന്നാൽ കടത്തുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷേ നജസോട് കൂടി പള്ളിയിൽ വെക്കൽ ആ പറഞ്ഞേക്ക് തന്നെ ഹറാമ് വരും ചെയ്യും. പക്ഷെ അതോടുകൂടി കൊണ്ടുപോകണമെന്ന് കുഴപ്പമില്ല. ഇപ്പൊ കീസിലാക്കി, ചെരുപ്പിൽ നജസുണ്ട്, പള്ളിയിലാകാൻ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കീസിൽ വെച്ചിരുന്നു, ആ കീസോട് കൂടി അപ്പുറം കൊണ്ടുപോകാം. പക്ഷെ പള്ളിയിൽ ആ നജസോട് കൂടി വെച്ചാൽ പാത്രത്തിൽ നജസാക്കി വെക്കുന്ന വിധി വരും, നല്ലതല്ല. ഇനിവർ അമ്യൂനഹവി കംലത്തിൻ, പേന് പോലത്തതിനെ വലിച്ചെറിയലും ഹറാമാണ്. ഫീഹി, പള്ളിയിൽ. എങ്ങനത്തെ പേന്? മൈത്തത്തിൻ, ചത്ത പേൻ മാത്രല്ല, കൊതൂനെ കൊന്ന ആ ശവം, മൂട്ടിനെ കൊന്ന ശവം പോലത്തെ ചെറുജീവികളുടെ ശവം പള്ളിയിലിടൽ ഹറാമാണ്. കാരണം ശവമൊക്കെ ഹറാമ് തന്നെയാണ്, ശവമൊക്കെ ഹറാമ് തന്നെയാണ്, നജസാണ്. ഈ നജസ് പള്ളിയിലിടൽ ഹറാമാണ്. അതിപ്പോ പേന് എന്ന് പറഞ്ഞ ചെറിയ സാധനല്ലേ, അല്ലെങ്കിൽ കൊതുക് എന്ന് പറഞ്ഞ ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊതുക്, പേന്, മൂട്ട പോലത്തതിന്റെ ശവം അതിനെ കൊന്നിട്ട് പള്ളിയിലിടൽ ഹറാമാണ്. മാത്രമല്ല ഖത്ലുഹാ ഫീ അർളിഹി, ഭൂമിയിൽ ആ പള്ളിയിൽ വെച്ചിട്ട് കൊല്ലുക എന്നല്ല, പള്ളിയുടെ അന്തരീക്ഷത്തിൽ കൊല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല. പള്ളിന്റെ ചുമരുമ്മൽ ഒരു കൊതു വന്നിരുന്ന് നല്ല പോയിട്ട് ഒറ്റടി കൊടുത്ത് ചുമരുമ്മൽ കൂട്ടിയിട്ടൊരടി, അത് പാടില്ല. അല്ലെങ്കിൽ ഒരു മൂട്ടങ്ങനെ പാഞ്ഞുകൊണ്ട് മൂട്ടനെങ്ങനെ കൊന്ന് ആ ചുമരുമ്പ് വെച്ചിട്ട് അടുത്ത് വെച്ച്, അല്ലെങ്കിൽ പായൽ വെച്ചിട്ട് അടുത്ത് വെച്ച്, അത് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ല? വൈൻ കല്ലത മുഹ, ഈ മൂട്ട അല്ലെങ്കിൽ ഈ കൊതു, ഈ പേന് പോലത്തതിന്റെ ഒക്കെ ചോര കുറച്ചേ ഉള്ളൂ. എന്നാൽ പോലും പള്ളിയുടെ തടിന്റെ മേലിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുമരുമ്പലോ അതിന്റെ നിലത്തോ ഒക്കെ വെച്ച് കൊല്ലൽ ഹറാമ് തന്നെയാണ്. അല്ലെങ്കിൽ ഈ പേന് പോലത്തെ ഇടല്, ഔദഫ്നുഹ ഫീ, അല്ലെങ്കിൽ പള്ളിയിൽ അതിനെ കുഴിച്ചിടല്. എങ്ങനെ? ഹയ്യത്തൻ, ജീവനോടെ കൂടെ എന്ന് പറഞ്ഞാല് ഒരു പേനുണ്ട് ഇങ്ങനെ അരിച്ചു വരുന്നേ, അതിനെ പിടിച്ചു കാണ്ട് നിലത്ത് കണ്ടിട്ട് പള്ളിക്ക് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു മൂട്ടുണ്ട് കുപ്പായത്തിന്റെ കീശയിൽ ഇങ്ങനെ തല പൊക്കി വരും, അതിനെ മെല്ലെ പിടിച്ചു കാണ്ട് പള്ളിയിൽ കണ്ടിട്ട്, അല്ലെങ്കിൽ പള്ളിയിൽ മണലുള്ള സ്ഥലം അവിടെ കുറച്ച് മാന്തികാണ്ട് അതിന്റെ ഉള്ളിലാണ് കുഴിച്ചിട്ട് ജീവനോടുകൂടെ. ഫവാഹിറു ഫത്താവൻ നബവി, ഇമാം നബവി തങ്ങളുടെ ഫത്വയുടെ വാഹിർ ഹില്ലുഹു, അത് ഹലാലാണ്. കാരണം അത് ചാവുന്നുള്ള ഉറപ്പൊന്നുമില്ലല്ലോ. ഇവൻ പിടിച്ചിട്ട്
ഒരുത്തന്റെ മേത്ത് കയറി പോയെങ്കിലോ കാലം ശവമിടുക എന്ന് പറയുന്ന നജസിന്റെ കേസ് വരുന്നില്ല, അതുകൊണ്ട് ഹറാമ് വരൂല. എന്നാൽ വാഹിറു കലാമിൽ ജവാഹിരി അൽ ജവാഹിർ എന്ന കിതാബിന്റെ വാഹിർ നോക്കിയാൽ തഹരീമോ അതും പാടില്ല. കാരണം ചാവാൻ സാധ്യത ഉണ്ടല്ലോ. നമ്മൾ പിടിച്ചിട്ട പേന് അതല്ലെങ്കിൽ ഈ മൂട്ട പള്ളിയിൽ കിടന്ന് ചത്തുപോയാൽ ശവം അതിലിടാൻ കാരണമാവൂലേ? അതുകൊണ്ട് അത് ഹറാമാണ് എന്നാണ് വാഹിർ. തന്നെയല്ലോ മഹാനായ ഇബ്നു യൂസുഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ അങ്ങനെ ഹറാമാണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജവാഹിറിന്റെ വാഹിർ അങ്ങനെയാണെങ്കിലും ഈ ഇബ്നു യൂസുഫ് വ്യക്തമായി തന്നെ ഹറാമാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇമാം നബവി തങ്ങളുടെ ഫത്വന്റെ വാഹിർ നോക്കിയാൽ അത് ചത്തുപോകും എന്നുള്ളതിന് തെളിവൊന്നുമില്ല. അതുകൊണ്ട് നജസ അല്ലാത്തതിനാൽ ജീവനുള്ളതായതുകൊണ്ട് ഹറാമാണെന്ന് പറയാൻ പറ്റൂല. കുറച്ചുകൂടി ഉണ്ടാ കഴിഞ്ഞിട്ട് അടുത്ത വേറൊരു കറാത്തുണ്ട്. ഒരു കുറവ് കറാത്താക്കപ്പെടും. ഫസ്തുൻ ചോര കുത്തിയെടുക്കല്, വഹജാമത്തുൻ കൊമ്പ് വെച്ച് ചോരെടുക്കലും, ഫീഹി ഈ പള്ളിയിൽ വെച്ച് ബീനായിൻ പാത്രത്തിൽ, പള്ളിയിലാകാതെ വരക്ക് സിറിഞ്ചിലേക്ക് ചോര കുത്തിയെടുക്കുന്നു, അല്ലെങ്കിൽ ഹിജാമത്ത് എന്നുള്ള ആൾക്ക് കൊമ്പ് ഉപ്പ് ചികിത്സ എന്നുള്ള ആൾക്ക് രക്തം കുത്തിയെടുക്കുന്നു. പള്ളി എവിടെയാണില്ല, എന്നാലും അത് കറാഹത്താണ്. ഇനി വേറെ വറഫ് സൗത്തിൻ ശബ്ദം ഉയർത്തൽ, പള്ളിയിൽ വെച്ചിട്ട് ശബ്ദം ഉയർത്തൽ അതും കറാഹത്താണ്. വനഹ്വു ബൈഇൻ വ്യാപാരം പോലെയുള്ള തൊഴിൽ ചെയ്യുക, കച്ചവടം ചെയ്യാൻ തുടങ്ങിയതും പള്ളിയിൽ വെച്ച് കറാഹത്താണ്. ഉഖ്റവിയായ വല്ല അമലും ചെയ്യാനുള്ളതാണ്. അത് തൊഴിൽശാലയാക്കാനോ കച്ചവട ശാപത്തിന്റെ പീടികയാക്കാനോ ഒന്നും പള്ളി ചേർന്നതല്ല. അത് ജോലി ഒരു സ്ഥിരമായിട്ട് ഒരു കേന്ദ്രമാക്കിയിട്ട് മാറ്റുക, അതൊന്നും പള്ളിയോട് യോജിക്കുന്നതല്ല. അതൊക്കെ കറാഹത്താവുന്നു എന്ന്. ഇനി മതി. കറാത്തുന്നൊന്നും തീരൂല. അത് കുറെ കറാത്ത് ഉണ്ടാലൂരെ. നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടാ തുടങ്ങിയതെങ്കിലും സാധാരണഗതിയിൽ നിർത്തേണ്ട സമയം ആയിട്ടുണ്ട്. കുറച്ച് ഓതി തീർത്താ തീരുമെന്നെങ്കിൽ പറ്റീനെ, തീരൂല. പിന്നെ അബ്വാബു സുന്നത്താണ് നാളെ പിന്നെ തുടങ്ങാറുള്ളത്. അത് ബാക്കിയുള്ള ഓതിയതിന് ശേഷം ഉള്ള സമയം പോലെ അബ്വാബു സുന്നത്ത് പിന്നീട് തുടങ്ങാം ഇൻഷാ അല്ലാഹ്.